നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടക കൂറാണ്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൽ ഗുരുശുക്ര യോഗമാണ് നിൽക്കുന്നത്. രുചകായോഗം ചെയ്ത് 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉത്സാഹം, ശൗര്യ, ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയ് നിർബോലേശ എന്ന് പറഞ്ഞ യോഗം വന്നു. തൊഴിലിൽ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് തൊഴിലും യുദ്ധം ചെയ്ത് വിജയിക്കുന്ന രാജാവിനെ പോലെ ഫൈറ്റ് ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് തൊഴിലെടുത്ത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് രാജാവിനെ പോലെ ജീവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിരിക്കും. 10ാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട്. സർവാഭിഷ്ടസ്ഥാനത്ത് ധനാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ അതും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഫലമാണ് ഈ മാസത്തിൽ. ഇഷ്ടസ്ഥാനമാണ്. പക്ഷേ 2ാം ഭാവാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാവും. 2ൽ കേതുവാണ്. നല്ല ഉദ്ദേശത്തോട് സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. അതേപോലെ തന്നെ സാമ്പത്തികം, പൈസ എത്രയുണ്ടെങ്കിലും ചില സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. ബാധയിൽ നിൽക്കുന്ന കാരണം സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് മറ്റുള്ളവരോട് പൈസ താൽക്കാലികമായിട്ട് തിരിമറി ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ ഭാഗ്യാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഗുരുശുക്ര യോഗമുണ്ട്. 4ാം ഭാവാധിപതിയാണ് ലാഭാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നത്. വീട് പണി പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. നവംജബ്രഗ്നമെന്ന മനോഹരവും വിശാലവുമായ വീട്. ഇപ്പോൾ വീട് പുതുക്കി പണിയുക, നമുക്ക് അലങ്കാര വസ്തുക്കളോ വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കൊക്കെ യോഗമുണ്ട്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശനി നമുക്ക് വരേണ്ട ഭാഗ്യങ്ങൾക്കൊരു അലസപ്രേഷനായത് കാരണം കൊണ്ട് തന്നെ കാലതാമസം, വളരെ സ്ലോ ആയിട്ടാണ് നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ വരിക. അതേപോലെ അഷ്ടമത്തിലാണ് രാഹു. പൂർവികമായിട്ട് ഉപാസിച്ചു വന്നിരുന്ന നാഗത്തിൻ്റേതായിരിക്കുന്ന നാഗം, അതിന് ഉപാസനയൊക്കെ നിർത്തിയത് കാരണം കൊണ്ടുള്ള നാഗദോഷത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം നടുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും കൂടിയും കുറഞ്ഞും, കുറച്ച് നേരം കൂടുക, കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ് റെഡിയായി എന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള നടുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മാത്രമല്ല കണ്ണ്, ചെവി, പല്ല് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ്. നല്ല സുഹൃത്ത് ഗുണങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. മറിഞ്ഞ ബുധനാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ വിഷയത്തിലൊക്കെ കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകാനുള്ള യോഗം. പക്ഷേ ഒരു കാലസർപ്പയോഗത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാ ഗ്രഹങ്ങളെയും രാഹുഗതികൾ ഒരു ഭാഗത്ത് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് നമ്മൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടൊരു ഗുണഫലങ്ങളൊക്കെ വന്ന് അതിൽ നമ്മളങ്ങോട്ട് കയറിപ്പോകാം, ഉയർന്നു പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിമ്മെന്നും പറഞ്ഞ് താഴോട്ട് വരും. വീണ്ടും പിടിച്ച് കയറും, വീണ്ടും താഴോട്ട് വരും. ഈ ഒരു അവസ്ഥയാണ് നാഗദോഷം കൊണ്ടുണ്ടാകുക. അപ്പോൾ അത് കാരണം നാഗപൂജ മുടങ്ങാതെ ചെയ്യാം. പിന്നെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. ജന്മരാമവനേധികം എന്ന് പറയുന്ന യോഗ 12 നിൽക്കുന്ന വ്യാഴത്തേക്കാൾ നല്ലതാണ് 2 ജന്മത്തിൽ നിൽക്കുന്നതെങ്കിലും ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള അലച്ചിലാണ്. നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ വിജയിക്കും, ഇങ്ങനെ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യാൻ നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.